ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ ഒരിക്കലും നശിക്കാത്ത വസ്തുക്കളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. നശിക്കുന്ന വസ്തുക്കളെ നാം ആരും തന്നെ വാങ്ങാറില്ല, ഇഷ്ടപ്പെടാറുമില്ല. എന്നാൽ നമ്മളാവട്ടെ ഈ പ്രപഞ്ചത്തിലെ ഭാവന നേരെ മറിച്ചാണ്. പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ശാശ്വതമാണ് എന്നാണ് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവയെല്ലാം തന്നെ നശ്വരമാണ് എന്ന സത്യം നമ്മൾ ബോധിക്കണം. ഇതിൽ വന്നാൽ, ഈ നശിക്കുന്ന വസ്തുവിൽ ആശ വന്നാൽ ദുഃഖം മാത്രമേ ഉണ്ടാവൂ. നശിക്കാത്ത വസ്തുവിൽ വന്നാലോ ദുഃഖനിവൃത്തിയും ആനന്ദവുമായിരിക്കും ഫലം. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാമാത്മാവിൽ ആശയം വെക്കണം എന്നുമെന്നും. അതിനാൽ നമ്മളോട് എന്താ പറയുന്നത്? ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം. അനാത്മാവിൽ ആശ വന്നാൽ ദുഃഖമാണ്. അനാത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് രൂപാന്തരപ്പെട്ടുണ്ടായവ. അവ നശ്വരമാണ്, ക്ഷണികമാണ്, സുഖദായകം അല്ലതാനും. എന്നാൽ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താ? ഇതൊക്കെയാണ് സുഖത്തിൻ്റെ ഉറവിടം എന്നാണ്. സമ്പത്ത്, വീട്, ബന്ധുമിത്രാദികൾ, അതുപോലെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് പരമ സുഖമാകും എന്നാണ്. അതുകൊണ്ടാണ് ഇതിലൊക്കെ നമ്മൾ ആശിക്കാൻ കാരണം. എന്നാൽ ഇവയൊന്നും നമുക്ക് സുഖദായകം അല്ല. നമുക്ക് 1,00,000 രൂപ കിട്ടിയാൽ സന്തോഷമായി തൽക്കാലം കടമൊക്കെ ഒന്ന് വീട്ടാം, നിൽക്കാൻ കഴിയല്ലോ എന്ന് ആശ്വസിക്കുന്നു. എന്നാൽ 5 ലക്ഷം കയ്യിലുള്ളവർക്ക് തൃപ്തിയുണ്ടോ? 1,00,000 വന്നപ്പോൾ സന്തോഷമായി, തൻ്റെ നിന്ന് തിരിയാനുള്ള സൗകര്യമായല്ലോ എന്നോർത്ത്. എന്നാൽ ലക്ഷമല്ല അവിടെ സന്തോഷത്തിന് കാരണമായത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുകൊണ്ട് സാധിക്കുമല്ലോ എന്നതാണ്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ ആശയം വെക്കണം എന്നുമെന്നും. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുവിൽ ആശ വന്നാൽ അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം. അത് കിട്ടാൻ അതിലേറെ ക്ലേശം. അതിനെ നിലനിർത്താൻ അതിലും നമ്മൾ ക്ലേശിക്കേണ്ടി വരുന്നു. അതാണ് ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം. നാശമില്ലാതുള്ള വസ്തുവാമാത്മാവിൽ ആശയം വെക്കണം എന്നുമെന്നും. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖമുണ്ടാവാൻ കാരണം അവയ്ക്കൊക്കെ നാശം ഉണ്ട് എന്നതാണ്. അതാണ് ആശയനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ, നാശമില്ലാത്ത വസ്തുവായിരിക്കുന്ന ആത്മാവിൽ നമ്മുടെ മനസ്സ് വയ്ക്കണം. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ മാനസം വയ്ക്കണം എന്നുമെന്നും. നാശമില്ലാത്ത വസ്തുവായിരിക്കുന്ന ആത്മാവിൽ നമ്മുടെ മനസ്സിനെ നാം വെച്ചാൽ പരമമായ ആനന്ദമായിരിക്കും അനുഭവമാവുക. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ വീണ്ടും 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 മനനം ചെയ്ത്
നശ്വരങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അനശ്വരമായ സർവേശ്വരനിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.